നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാനായി പി ഷാഹുൽ ഹമീദിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 34ാം ഡിവിഷൻ കൗൺസിലറായ ഷാഹുൽ ഹമീദ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ കൂടിയാണ് ഷാഹുൽ ഹമീദ്. LDF-നായി തുടിശ്ശേരി കാർത്തികേയനാണ് രംഗത്തുണ്ടായിരുന്നത്. നിലവിലെ ചെയർമാൻ ഉസ്മാൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാവിലെ 11 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. വരണാധികാരി R. പ്രദീപ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയർമാൻ ആരാകുമെന്ന തീരദേശ വിഭാഗക്കാരും കിഴക്കൻ മേഖലയിലുള്ളവരും തമ്മിൽ തർക്കം രൂക്ഷമായതോടെയാണ് ഉസ്മാനും ഷാഹുൽ ഹമീദും അധ്യക്ഷ പദവി പങ്കിട്ടെടുക്കാമെന്ന് നേരത്തെ പാർട്ടി ധാരണയിൽ എത്തിയിരുന്നത്. ആദ്യ 3 വർഷം ഉസ്മാനും തുടർന്നുള്ള 2 വർഷം ഷാഹുൽ ഹമീദും അധ്യക്ഷ പദവി നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ 3 വർഷവും മാസങ്ങളും കഴിഞ്ഞിട്ടും പദവി മാറ്റം ഉണ്ടാവാത്തതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ അസ്വരസം ഉടലെടുത്തു. തുടർന്ന് മാസങ്ങളായി ഇതു സംബന്ധിച്ച ചർച്ചകളും സജീവമായിരുന്നു. തുടർന്ന് ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലും ഇത് സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയും അസ്വാരസ്യങ്ങളും ഉയർന്നിരുന്നു. ഉസ്മാൻ തുടരട്ടെ എന്ന് ഒരു വിഭാഗം ഉറച്ചു നിന്നപ്പോൾ നേരത്തെ നിശ്ചയിച്ച സ്ഥാന കൈമാറ്റ ധാരണ നടപ്പിലാക്കണമെന്ന് ആവശ്യത്തിൽ മറുവിഭാഗവും ഉറച്ചു നിന്നു. ഉസ്മാനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ ഉള്ളണം പ്രദേശത്തെ വിവിധ കമ്മിറ്റികളിൽ ഉള്ള ഭാരവാഹികൾ രാജിവെക്കുമെന്ന ഭീഷണിയും ഉയർന്നിരുന്നു. ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള തീരദേശ മേഖലയിലെ തർക്കം പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നത് ലീഗ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. തുടർന്ന് രാജിവെക്കാൻ ഉസ്മാൻ തയ്യാറാവുകയും രാജിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ലീഗ് അംഗങ്ങൾക്കിടയിൽ പ്രതിഷേധവും ഉയർന്നു. ഇന്നലെ വരെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. തുടർന്ന് ഇന്ന് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഷാഹുൽ ഹമീദിന് 29 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച തുടിശ്ശേരി കാർത്തികേയന് 13 വോട്ടിന് ലഭിച്ചപ്പോൾ 3 വോട്ടുകൾ അസാധുവായി. BJPയുടെ വോട്ടുകളാണ് അസാധുവായത്. TR റസാഖാണ് ഷാഹുൽ ഹമീദിനെ നിർദ്ദേശിച്ചത്. PV മുസ്തഫ പിന്താങ്ങി. കാർത്തികേയനെ KC നാസർ നിർദ്ദേശിച്ചപ്പോൾ NM ഷമേജ് പിന്താങ്ങി. 16 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഹുൽ ഹമീദിനെ ചെയർമാനായി തെരഞ്ഞെടുത്തതായി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച വരണാധികാരി R. പ്രദീപ് പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടന്നു. ലഡു വിതരണവും ഉണ്ടായിരുന്നു. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഉസ്മാനെ മാറ്റുന്നതിൽ ലീഗ് അംഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി വരെ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് തർക്കത്തിന് പരിഹാരമായത്. ലീഗിലെ എല്ലാ പ്രതിനിധികളും ഷാഹുൽ ഹമീദിന് തന്നെയാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.